ചെന്നൈയിൽ ആദ്യമായിട്ടാണ് നായകന്റെ ഫാമിലി താമസിക്കാൻ എത്തുന്നത്. അവർക്കാണെങ്കിൽ അവിടെയുള്ള ആരുമായി ഒരു പരിചയവുമില്ല. ഈ സമയം അയൽവക്കത്തുള്ള ഒരു വയസ്സായ സ്ത്രീ വന്നിട്ട് പറയുകയാണ്, ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്നതല്ലേ, ഈ ചായ കുടിക്കൂ എന്ന് പറഞ്ഞ് ചായ കൊടുക്കുന്നു. അങ്ങനെ നായികയും ഈ വയസ്സായ സ്ത്രീയുമായി നല്ല കമ്പനിയാവുകയാണ്. ഇവരുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോക്കും തുടങ്ങുകയാണ്. എന്നാൽ ഈ വയസ്സായ സ്ത്രീയുടെ ഭർത്താവ് ആ ഹൗസിംഗ് കോളനിയിലുള്ള ആരുമായി മിണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ ആ ഫാമിലിയുമായി മിണ്ടുന്നതും ഇയാൾക്ക് ഇഷ്ടം അല്ലായിരുന്നു. ഒരു ദിവസം ആ വയസ്സായ സ്ത്രീക്ക് സുഖമില്ലാതാവുകയാണ്. വീട്ടിലെ ജോലിയെല്ലാം തന്നെ അവരുടെ ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക അവിടേക്ക് വരികയും, അമ്മയ്ക്ക് സുഖമില്ലാത്ത കാര്യം എനിക്കറിയാമെന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ള ആഹാരം കൊണ്ടുവന്നതാണെന്നും നായിക പറയുന്നു. ഈ ഒരു സംഭവത്തോടു കൂടി നായികയെ അയാൾക്ക് ബോധിക്കുന്നു. അയാൾ തന്റെ ഭാര്യയെക്കുറിച്ച് നായികയുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി, പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ടും നമ്മൾ തമ്മിൽ ഒരു പ്രാവശ്യം പോലും വഴക്കുണ്ടാക്കിയിട്ടില്ല. അവളെ ദിവസവും രാവിലെ വിളിച്ചുണർത്തുന്നത് പോലും ഞാനാണ്. അങ്ങനെ അയാളും നായികയുടെ ഫാമിലിയുമായി നല്ല കമ്പനിയാവുകയാണ്. ഒരു ദിവസം ആ വയസ്സായ സ്ത്രീ നായികയുടെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നും രാവിലെ എന്നെ വിളിച്ചുണർത്തുന്നത് എൻ്റെ ഭർത്താവാണ്. ഇന്ന് എൻ്റെ ഭർത്താവ് എണീറ്റിട്ടില്ല, റൂമിൽ നിന്ന് പുറത്തും വന്നിട്ടില്ല, ഒന്ന് വന്ന് നോക്കുമോ എന്ന് പറയുന്നു. പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നായികയും ഫാമിലിയും കൂടി നേരെ ചെന്ന് അയാളെ നോക്കുന്നു. നായിക വിളിക്കുമ്പോൾ തന്നെ അയാൾ ഉണരുന്നു. തലേന്ന് കിടക്കാൻ താമസിച്ചത് കൊണ്ടാണ് ഉണരാൻ താമസിച്ചതെന്ന് പറയുന്നു. അവൾ നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു വെറുതെ പേടിപ്പിച്ചല്ലേ എന്ന് പറഞ്ഞ് ഭാര്യയെ നോക്കുമ്പോൾ കാണുന്നത് തന്റെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി എന്ന് ആദി കേറി അറ്റാക്ക് വന്ന് മരിച്ചിരിക്കുന്ന തന്റെ ഭാര്യയാണ്.